വീടിനകത്ത് കയറി കിടപ്പു രോഗിയായ 84-കാരിയെ നായ കടിച്ചു കൊന്നു. ദാരുണ സംഭവം എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ 84-കാരിയെ തെരുവുനായ കടിച്ചുകൊന്നു. കിടപ്പുരോഗിയായ കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയാനിയെയാണ് വീടിനകത്ത് കയറി നായ കടിച്ചുകൊന്നത്. ഇവരുടെ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ 60 വയസ്സുള്ള ദേവദാസനെയും നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. കട്ടിലിൽ കിടക്കുകയായിരുന്ന കാർത്തിയാനിയെ വീടിനകത്ത് കയറി നായ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഖവും ശരീരമാസകലവും നായ കടിച്ചു മുറിച്ചു. മുഖം വികൃതമായ അവസ്ഥയിലാണ്. മകനെയും കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് വീണ് എല്ലു പൊട്ടിയതിനെ തുടർന്ന് കാർത്തിയാനി കിടപ്പിലായിരുന്നു. വൈകിട്ട് 6:30യോടെ ഇവരുടെ മറ്റൊരു മകൻ മണി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരും പോലീസും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാർത്തിയാനി മരിച്ചിരുന്നു. വേറെ ആളുകളെയും വളർത്തു നായ്ക്കളെയും ആക്രമിച്ച നായയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇതോടെ നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലാണ്. കടകോട് ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് വെള്ളറക്കാട് പ്രദേശത്ത് ഇന്ന് വൈകിട്ട് ഒരു തെരുവുനായ ഒരു അമ്മയും മകനും അസുഖമുള്ളൊരു മകനും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അമ്മനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ മരണപ്പെടുകയും ഉണ്ടായി. അതോടൊപ്പം തന്നെ വീട്ടിൽ അസുഖമായി ബാധിച്ച് കിടന്നിരുന്ന മകനെ തെരുവുനായ കടിക്കുന്നുണ്ടായി. വേറൊരു മകൻ ആ വീട്ടിലേക്ക് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്താണ് ഇത് കണ്ടത്. ഉടനെ തന്നെ നായ ഓടിപ്പോവുകയും നാട്ടുകാരെല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഓടിക്കൂടുകയും അമ്മയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയും മകനെയും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നായ വീണ്ടും വേറൊരു വീട്ടിൽ കയറി ഒരാളെ കടിക്കുന്ന സംഭവം കൂടി ഉണ്ടായി. നായ ഇപ്പോൾ എരുമപ്പെട്ടി സിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലും തെരഞ്ഞ് നായയെ പിടിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് നാട്ടുകാർ. ചില നായകളെ കൂടി ഈ നായ കടിച്ചിട്ടുണ്ട്. വിഷം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. നാട്ടുകാരെല്ലാവരും വലിയ രീതിയിലാണ്. ഒപ്പം നായയെ പിടിക്കാനുള്ള വലിയ ശ്രമത്തിലും കൂടിയാണ് നാട്ടുകാരെല്ലാവരും. എല്ലാ ജനങ്ങളും ജാഗ്രതയോടുകൂടി വീട്ടിൽ അധികം പുറത്തിറങ്ങാതിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. തെരുവുനായകളുടെ ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തെരുവുനായകളുടെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടറിൽ അടക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപയുടെ ഒരു സമഗ്രമായ പദ്ധതി ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്കകം തന്നെ ആ പദ്ധതി നടപ്പാക്കുന്നത് വഴി തെരുവുനായകളുടെ ശല്യം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് കടകോട് ഗ്രാമപഞ്ചായത്ത്.